പാട്രിയറ്റ് മൂവി അടിപൊളി ഒരു ഗംഭീരമായ സബ്ജക്റ്റാണ് ഈ സിനിമ സംസാരിക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു ഫോൺ കയ്യിലുള്ള എല്ലാവരും ഈ സിനിമ കാണണം. നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പ്രൈവസി എത്രത്തോളം ബ്രീച്ചാണ്. ഇത് പാട്രിയറ്റ് എന്നുള്ള ഒരു രാജ്യസുരക്ഷ മാത്രമല്ല, ഒരു വ്യക്തികളുടെ പ്രൈവസിയിലേക്ക് കൂടെ സിനിമ എങ്ങനെയാണ് ആൾക്കാർ കടന്നില്ലെന്നുള്ള മമ്മൂക്ക അതിഗംഭീരാണ്. മമ്മൂക്ക തിയേറ്റർ പ്രസൻസും അതുപോലെ തന്നെ ഡയറക്ടർ കത്തിച്ചു. അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ എന്റെ മോനെ ഇംഗ്ലീഷ് ഡയലോഗൊക്കെ നമ്മളൊരു കിങ് സിനിമ ഒക്കെ കണ്ടിട്ട് ആ ലെവലിലേക്കുള്ള ഡയലോഗാണ് പൊളിച്ചിട്ടുണ്ട് മമ്മൂക്ക. ഇത് പെർഫോമൻസ് മമ്മൂക്കയാണ്. ഒരു സീരിയസ് ആയിട്ടുള്ള പടമാണ്, സോഷ്യൽ കമ്മിറ്റഡ് അങ്ങനത്തെ ഒരു ഫിലിമാണ്. കുഴപ്പം പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന അറിയില്ല. ഒരു അടിപ്പടമല്ല, പിന്നെ നല്ല എന്റർടൈൻഡ് ആണ്. അണ്ണൻ സാധാരണക്കാരനല്ലേ? ഒരു ടെക്നോളജി ഡ്രിവൺ ഫിലിമാണ്. അണ്ണൻ സാധാരണക്കാരനല്ലേ? അണ്ണനെ മനസ്സിലായോ? നല്ലൊരു മാസ്റ്റർ അവർക്ക് മനസ്സിലാവില്ല. ഇതൊരു കുറച്ച് നിലവാര പടമാണ്, ഒരു അടിപ്പടമല്ല. പക്ഷെ പടം തൂക്കി സിനിമയ്ക്കാരും അടിപൊളി. മമ്മൂട്ടിയുടെ സ്റ്റൈലിഷാണ്. മമ്മൂട്ടി കിടലിനായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ മേക്കപ്പ് ഹെയർ സ്റ്റൈൽസ് ഒക്കെ കിടലിനായിട്ടുണ്ട്. മമ്മൂട്ടി വേറെ ലെവലാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ പടം രാജ്യസുരക്ഷാ പ്രശ്നമാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ പല രാജ്യത്തുള്ള ഷൂട്ടിങ് ബഡ്ജറ്റ് നോക്കാനാണ് പടം ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ പല രാജ്യങ്ങളിലെ എയർപോർട്ടുകളിലൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള ബഡ്ജറ്റ് അറിയാലോ. അതുപോലെ ബഡ്ജറ്റ് നോക്കാതെ ആൻഡ്രോസ് കാശ് വാരി എറിഞ്ഞിട്ടുണ്ട്. കിടിലൻ മമ്മൂട്ടി തകർത്ത് വാരി ഗതി മാറുക. അതുപോലെയാണ് ബഡ്ജറ്റ് നോക്കാതെ ഒരു പടം ചെയ്തിരിക്കുകയാണ്. നമുക്ക് താരങ്ങളുടെ പ്രതിഫലം മാത്രമല്ല, അതിനകത്തെ ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. നമുക്ക് പടം കാണുമ്പോൾ തന്നെ അറിയാം അത്രയും കാശ് മുടക്കിയാണ് പടം ചെയ്തിരിക്കുന്നത് കേട്ടോ. അന്യ മേക്കിംഗ് കളറിങ് എല്ലാം വേറെ ലെവലാണ്. ഒരു ഇന്റർനാഷണൽ ഫിലിം കാണുന്ന പോലെ, ഒരു ബോളിവുഡ് പടം കാണുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. പടം കൊള്ളാം. രാജ്യസുരക്ഷയെ പറ്റിയാണ് പറയുന്നത്. ഏതെല്ലാം പടം കാത്തിരിക്കുന്നു. തീപ്പൊരി പോലെ ഈ ഫിലിം. കാരണം ഞാൻ പ്രതീക്ഷിച്ച് നമ്മളെ ഹരികൃഷ്ണൻസ് പോലെ ആവുന്നു. ഒരാൾ ഇപ്രാവശ്യം എന്തായാലും തൂക്കും, അത് ഉറപ്പൻ. ഇപ്പൊ ലാലേട്ടന്റെ അഭ്യാസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി വന്നാൽ റെഡി ആയി. മമ്മക്ക് മാസല്ലേ, ഞാൻ മമ്മക്ക് ഫാൻസാ. അപ്പൊ എനിക്ക് മമ്മക്ക് നല്ല പടം ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് ഇങ്ങനെ ഒരു പടം വായ്പാന്ന് എന്താ പറയാ, കണ്ണീനൊക്കെ വെള്ളം വന്നു. പാട്രിയറ്റ് മമ്മൂട്ടിയുടെ ഒരു അഴിഞ്ഞാട്ടാണ് ഫസ്റ്റ് ഹാഫ്. ഇനി സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞാൽ ഒരു തകർപ്പൻ സാധനം വരാണ്ട്. ഒരു രക്ഷയില്ല. എന്റെ പൊന്നെ, ആ ഫ്ലൈറ്റിലുള്ള ഒരു ഫൈറ്റ്, ചെറിയ പിള്ളേരായിട്ടുള്ള ഒരു അടിയുണ്ട്. പിള്ളേരും കൊള്ളാം.